PM മാർഷോ, ഇന്നലെ വടകര MP ഷാഫി പറമ്പിൽ പോട്ടെ, ജനാധിപത്യത്തിൽ ഒരു MP-ക്ക് ഇന്നലെ തല്ലുകൊള്ളേണ്ടി വരുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശിഷ്യ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്തെ ചേരിയെ സംബന്ധിച്ച് മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ഇതിനകത്ത് ഒറ്റപ്പെടുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ, വിവരങ്ങൾ തുടങ്ങിയവ പുറത്തേക്ക് വരികയും അതിന്റെ തുടർച്ചയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് സ്വീകാര്യത നഷ്ടപ്പെട്ട ഇക്കൂട്ടർ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടാ തണ്ടി, ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിലയിലേക്കുള്ള ഒരു ഇരവാദം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളുടെ തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വിവിധ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ പേരാമ്പ്രയിലെ വിവിധ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനൊന്നുമില്ലേ? ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. പേരാമ്പ്രയിൽ തന്നെയുള്ള സിൽവർ കോളേജ് കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി, അതായത് കഴിഞ്ഞ അവിടെ ക്യാമ്പസ് രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതൽ ഇങ്ങോട്ട് UDSF, വിശിഷ്യ MSF ഉൾപ്പെടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് യൂണിയൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. UDSFന്റെ നോമിനേഷനുകളാകെ തള്ളിപ്പോവുകയും UUC ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ SFI വിജയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള അക്രമ പ്രവർത്തനമാണ്. ഇതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയുന്നേ? സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. 2 ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ CKG കോളേജിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ UDSFനെ സംബന്ധിച്ച് വലിയ തോതിൽ ആ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ടിട്ടുള്ള പിന്നോട്ടുപോക്കിന്റെ തുടർച്ചയിൽ അക്രമം അഴിച്ചുവിടുകയും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? ഈ പറഞ്ഞ അങ്ങ് സൂചിപ്പിച്ചു ഒരു ജനപ്രതിനിധി ആക്രമിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് സമാനമാം വിധം ഒരു ജനപ്രതിനിധിയെ, പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറി. സാർ, അവൻ പറയുന്ന ഒരു ഒറ്റ അക്ഷരം വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു അന്തവും കൊണ്ടില്ലാത്ത വർത്താനം സാർ അവന്റെ. ഇതേ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘം, ഇതേ ഷാഫി പറമ്പിൽ MP പോറ്റി വളർത്തുന്ന, വിലക്കെടുത്ത് ആ നാടിനകത്ത് കൊണ്ടു നടക്കുന്ന ഗുണ്ടാ സംഘം എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറി പഞ്ചായത്ത് പ്രസിഡന്റിനെ അതിക്രൂരമാം വിധം ആക്രമിക്കുന്നതിന്റെ, എല്ലാ ജനാധിപത്യ വിരുദ്ധതയുടെയും അടയാളമാം വിധമുള്ള ആക്രമണം അഴിച്ചുവിടുന്നതിന്റെ അനുഭവം നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലൊക്കെ ഇവർ ആഗ്രഹിച്ചിരുന്നത്, ഇവർ ശ്രമിച്ചിരുന്നത് ഈ ആക്രമണ പരമ്പരകളുടെ തുടർച്ചയിൽ SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ ഈ കൊലവിളികളായി അമ്മ കണ്ട കോല എന്റെ ഗതികേടിലായി പോയി. എനിക്ക് കൊന്ന് പുടിച്ചുകൂടിയാണ് ഞാൻ. പേരാമ്പ്രയിൽ തുടർച്ചയിൽ എവിടെയെങ്കിലും ഞാൻ 8 തുടർച്ചയ്ക്ക് അടിവരയിട്ടോണ്ട് ചോദിക്കുക, തുടർച്ചയിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിൽ അടി കിട്ടിയിരുന്നോ? ഈ തുടർച്ചയിൽ എവിടെയും ഷാഫി പറമ്പിലിന് അടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിക്ക് ഉണ്ടായിട്ടുള്ള പോലീസുമായിട്ടുള്ള സംഘർഷത്തിന്റെ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്ന വടിയാണെന്നുണ്ടെങ്കിൽ രക്തം കാണുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് ഏത് നിലയിലാണ് ആ നിലയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരിക്കേറ്റത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കഴിഞ്ഞ കാലയളവിനിടയിൽ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആഭ്യന്തര സംവാദങ്ങളിൽ ഒന്ന് റിയൽ നേതാക്കൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആ സംവാദത്തിൽ എന്റെ സഹ പാനലിസ്റ്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് റിയൽ കോൺഗ്രസ് പ്രവർത്തകര്, മറ്റ് ഈ പറഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ റിയൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആണോ? ഭയങ്കര. അങ്ങനത്തെ അഭിപ്രായ പ്രകടനത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ആൾ ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ചുറ്റുവട്ടത്തും 4-5 ക്യാമറ കണ്ണുകൾ സദാസമയം
കൺതുറന്നിരുന്നു കൊണ്ടാണ് ഇവര് അങ്ങാടിയിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അപ്പൊ ഇന്നലെ ഈ പറഞ്ഞ ബോധപൂർവമുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ 3-4 ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുന്നത് കണ്ടില്ല. ഇനി തുറന്നിരുന്നിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ, ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞ 8ാമത്തെ തുടർച്ചയിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് ബൈജു ഷാഫി പറമ്പിലിനെതിരെയോ ആർക്കുമെതിരെയോ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല, ലാത്തി പോലീസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ തുടർച്ചയിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും PM ഷോയ്ക്ക് അവിടെ സ്ക്രീനിൽ കാണാമെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ലാത്തി വീശുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഷാഫി പറമ്പിലൂടെ കുനിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്താ ഉറക്കം വരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നിപ്പോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്ന ഈ മെഡിക്കൽ ബുള്ളറ്റിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് 2 ഇടത്ത് പൊട്ടലുണ്ട്, ചെറിയ തോതിൽ അതിലൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്നാണ് അങ്ങ് പറയുന്നത്. ഈ പറഞ്ഞ റിയൽ നേതാക്കന്മാരുടെ ചുറ്റും തുറന്നു വെച്ച ക്യാമറയിൽ ഒപ്പിയെടുക്കപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ആഭ്യന്തര സംഘർഷത്തിൽ ഉണ്ടായിട്ടുള്ള പൊട്ടലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള പൊട്ടലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്തൊരു കഷ്ടം, മുഴുവട്ടൊന്നുമല്ല അല്ലേ. ഇനി അങ്ങ് പറഞ്ഞ ലാത്തി ചാർജ് എന്തായാലും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങ് കാണിക്കുന്ന ദൃശ്യത്തിലുള്ളത് ഒരു ലാത്തി ചാർജിന്റെ ദൃശ്യവുമല്ല. ഈ ഘട്ടത്തിലല്ല. ഫുൾ സ്ക്രീൻ കാണിച്ചു. എനിക്കിവിടെ ക്യാമറ അല്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. ഞാൻ രാവിലെ തൊട്ട് പല ഘട്ടത്തിലും അല്ലതെ പ്രേക്ഷകർ കാണട്ടെ. ശ്രീ PM ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പുറത്ത് കാണിക്കുന്ന ആ ദൃശ്യങ്ങളിൽ കേരള പോലീസിന്റെ കയ്യിലുള്ളത് ഒലക്കയാണോ എന്ന് നാട്ടുകാരൊന്ന് കാണട്ടെ. ഈ ലാത്തി വെച്ച് അടിക്കുന്നതിനെ അല്ല ലാത്തി ചാർജ് എന്ന് പറയുന്നത് എങ്കിൽ മധു അങ്ങിങ്ങനെ പ്രകോപിതയാകല്ലേ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോ പോലീസിന്റെ കയ്യിൽ ഒലക്കല്ല ഉണ്ടാകുക, ഈ പറഞ്ഞവർക്ക് ലാത്തിയാണ് ഉണ്ടാകുക എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നാടിന് നല്ല ബോധ്യമുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ. ഇനി അങ്ങ് കാണിക്കുന്ന ദൃശ്യത്തിലുള്ളത് എന്താ മാധു? അതൊരു ലാത്തി ചാർജിന്റെ ദൃശ്യമാണോ? അല്ലെന്നേ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പോലീസിനെ ഈ MP ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില്, ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തുണ്ടാവും. ഇന്ന് നിങ്ങൾ വലിയ തോതിൽ കൊടുക്കാത്തൊരു വാർത്തയുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് ഇതേ MSFന്റെയും KSUവിന്റെയും നേതാക്കള് അഴിച്ചുവിട്ട ആക്രമണത്തിന്റെ തുടർച്ചയിൽ ആ മലപ്പുറത്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? പക്ഷെ നിലവിൽ കേരള പോലീസിന്റെ കയ്യിൽ ഒലക്കയല്ല, അത് ലാത്തിയാണ്. ആ ലാത്തിയെങ്കിലും ഇല്ലാതെ വേറെ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്നേ. അവിടെ